ട്രേഡേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്ത് മലബാർ TMT 500D സ്റ്റീം ബാർസ്. കോൺഗ്രസിന്റെ സംഘടനാ ചർച്ചകൾ നാളെ മുതൽ ദില്ലിയിൽ. രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് 70ഓളം നേതാക്കളെ. VM സുധീരനെതിരെ നിലപാട് കടുപ്പിച്ച് ഗ്രൂപ്പുകൾ. കോൺഗ്രസിൽ ഒറ്റുകാരുടെ കൂടിയാട്ടമെന്ന് കേരള കോൺഗ്രസ് മുഖപത്രം. നികുതി വെട്ടിപ്പ് കേസിൽ ലയണൽ മെസ്സിക്ക് 21 മാസം തടവ് ശിക്ഷ. 20 ലക്ഷം യൂറോ പിഴയടയ്ക്കാൻ ബാഴ്സലോണ കോടതി വിധി. ജയിലിൽ പോകുന്നതിൽ നിന്ന് ഇളവ് കിട്ടിയേക്കും. കാമുകിയെ വെടിവെച്ചു കൊന്ന കേസിൽ ഓസ്കർ പിസ്റ്റോറിയസിന് 6 വർഷം തടവ്. കൊലയിൽ പശ്ചാത്താപമില്ല എന്ന പ്രോസിക്യൂഷൻ വാദം തള്ളി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് കേസെടുക്കും. 15 കോടിയുടെ തട്ടിപ്പ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. FIR രജിസ്റ്റർ ചെയ്യാൻ അന്വേഷകർക്ക് DGP ജേക്കബ് തോമസിന്റെ അനുമതി. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ നിർബന്ധമാക്കാൻ നടപടി. 1ാം ഘട്ടത്തിൽ സൗജന്യങ്ങൾ കിട്ടാൻ ആധാർ അനിവാര്യമാക്കും. ഉത്തരവ് 2 ആഴ്ചക്കകം. 2ാം ഘട്ടത്തിൽ ബുക്കിംഗിനും ആധാർ ബാധകമാക്കും. ആൾമാറാട്ടം തടയുക ലക്ഷ്യമെന്ന് റെയിൽവേ വൃത്തങ്ങൾ. വ്രതശുദ്ധിയുടെ ചൈതന്യവുമായി സംസ്ഥാനത്ത് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള തീരുമാനത്തെ ചെറുക്കുമെന്ന് പാളയം ഇമാം. കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേക യോഗം നാളെ ദില്ലിയിൽ നടക്കും. നേതൃമാറ്റം വേണമെന്ന ആവശ്യം AI ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി ഉന്നയിക്കും. പുനഃസംഘടനയുടെ കാര്യത്തിലും നേതാക്കൾക്കെതിരായ നടപടിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം AI ഗ്രൂപ്പുകൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. VM സുധീരന്റെ നിലപാടുകളാണ് പരാജയത്തിന് കാരണമെന്ന അഭിപ്രായത്തിൽ AI ഗ്രൂപ്പുകൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി ദില്ലിയിൽ നടക്കുന്ന യോഗത്തിൽ നേതൃമാറ്റം സജീവ ചർച്ചയായിരിക്കും. ബൂത്ത് തലം മുതൽ സംഘടനാ സംവിധാനം ദുർബലമാണെന്ന വിമർശനവും ശക്തമാണ്. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും പുനഃസംഘടന അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ പരിശോധിച്ച മേഖലാ കമ്മിറ്റികൾ ശുപാർശ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ നടപടിക്കുള്ള ശുപാർശ അടക്കമുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിശദമായ ചർച്ചകൾക്കും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകാനുമാണ് 2 ദിവസത്തെ യോഗം ദില്ലിയിൽ ചേരുന്നത്. പൊതുവായ ഇവിടെ സ്വീകരിക്കേണ്ട നടപടികൾ പാർട്ടി തലങ്ങളിൽ താഴെ മുതൽ എല്ലാ തലങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, അതിൻ്റെ ജനകീയ അടിത്തറ വിവരമാക്കുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് വെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന പ്രത്യേക യോഗത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം 60ഓളം പേർ പങ്കെടുക്കും. AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുമോ എന്നതാണ് പ്രധാനം. KPSC പുനഃസംഘടന വേണമോ എന്ന കാര്യത്തിൽ AK ആന്റണിയുടെ നിലപാടും നിർണായകമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രമുഖ എഴുത്തുകാരൻ ശ്രീ KL മോഹനവർമ്മ, കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സുപ്രഭാതത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ശ്രീ A സജീവൻ, വീക്ഷണത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, രാഹുൽ ഗാന്ധി കേരളത്തിലെ 70ഓളം നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയുടെ ഫലം എന്തായിരിക്കും? മുൻപ് ഇതുമാതിരി അല്ല എങ്കിലും പ്രമുഖ നേതാക്കൾ ഡൽഹിയിൽ പോയി 6 ദിവസം ചർച്ച നടത്തിയാണ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയത്. അത് വലിയ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കുമാണ് ഇട നൽകിയിട്ടുള്ളത്. ഈ ഡൽഹി ചർച്ച ഒരു 2ാം ഡൽഹി യുദ്ധമാകാനുള്ള സാധ്യതയുണ്ടോ? ആ യുദ്ധമെന്ന വാക്ക് എങ്ങനെ ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ഒരു പാർട്ടിക്ക് ഒരു റീവൈറ്റലേഷൻ ആവശ്യമാണ്. എല്ലാ തലങ്ങളിലും ഒരു പുനഃസംഘടന എന്ന വാക്കിൻ്റെ അപ്പുറത്ത് പാർട്ടിക്കൊരു നവോന്മേഷം കൊടുക്കാനായിട്ട് ബൂത്ത് തലം മുതൽ KPCC വരെ ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇടപെടുന്നത്. ഏതായാലും 70 വരെ വിളിച്ചു, അവർക്ക് അവരുടെ അഭിപ്രായം പറയാം, അതിനുശേഷം തീരുമാനം ഉണ്ടാകുന്ന എൻ്റെ വിശ്വാസം. ഒരു വലിയ കോൺട്രവേഴ്സി ആകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഉള്ള പ്രശ്നം കോൺഗ്രസ് അല്ലേ. ഇപ്പോൾ വിളിച്ചവരുടെ അത്രയും വിളിക്കാത്തവർ പോയിട്ടുണ്ട്. നിങ്ങൾ ഈ TV കാണിക്കുമ്പോഴേക്കും അവരൊക്കെ കാണുന്നത്, അവരെ പലരും വിളിച്ചതല്ല. അത് കോൺഗ്രസിൻ്റെ ഈ ഇടയ്ക്കുണ്ടായ ഒരു പ്രശ്നമാണത്. ഏത് 10 ആളെ വിളിച്ചാലും ശരി, വിളിക്കാത്ത ഒരു 20 ആളോടൊപ്പം നിൽക്കുക, അവർ ന്യൂസ് പുറത്ത് കൊടുക്കുക, അത് ചർച്ചയാകും. അതിനപ്പുറത്തേക്ക് ഇത്തവണ സീരിയസ് ആയിട്ട് ചർച്ച നടക്കുമെന്നും ഒരു കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. അത് ഇത്തവണത്തെ ചർച്ചയിൽ അതൊരു പോസിറ്റീവായിട്ട് തീർച്ചയായും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടക്കുന്ന ചർച്ചകളായതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതാണ് പ്രധാന അജണ്ട. കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന സ്വാഭാവികമായും ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറിക്കൊണ്ടുള്ള ഒരു സമവായമേ സാധ്യമാകൂ എന്ന് കേരളത്തിലെ 2 പ്രമുഖ ഗ്രൂപ്പുകളും നിലപാടെടുത്തതായാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സുധീരനെ മാറ്റണം എന്ന കാര്യത്തിൽ കേരളത്തിലെ ഇതര നേതാക്കൾക്ക് ഒരു നിർബന്ധ ബുദ്ധിയുണ്ടോ? ഇതിൻ്റെ അകത്ത് ഞാൻ വ്യക്തികളെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ശരിയല്ല. പക്ഷെ ഒന്നുണ്ടല്ലോ, പരാജയം ഉണ്ടായി, അത് ഗവൺമെൻറ് നയിച്ച് വ്യക്തി, അദ്ദേഹം അത് കാരണം അദ്ദേഹം ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നില്ല. ഇപ്പോൾ സംഘടനാ തലത്തിലും മാറ്റം വേണം എന്ന് ആവശ്യം വന്നിട്ടുണ്ട്.
അത് ഇന്ന വ്യക്തിയെ മാറ്റണോ മാറ്റണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. പക്ഷേ യഥാർത്ഥ കാരണം കണ്ടെത്തണം. ഇലക്ഷൻ തോറ്റ് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അതിനുള്ള ചികിത്സ ഉണ്ടാവണം. അതുണ്ടാവുമെന്ന് എൻ്റെ വിശ്വാസം. അതിലൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ് നമ്മൾ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ പറയുമ്പോഴേക്കുമാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത്. അതിന് പകരം വ്യക്തികളെ മാറ്റിവെച്ച് സംഘടനയ്ക്ക് ദൗർബല്യം ഉണ്ടായിട്ടുണ്ടോ അത് കണ്ടെത്തണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് വീഴ്ച ഉണ്ടായത് അത് കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ ഈ വ്യക്തികളുടെ പേരിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നേതാക്കൾ കഴിയുമെങ്കിൽ ഇതിന് കോൺഗ്രസിൻ്റെ പുനഃസംഘടന നന്നായി നടത്താൻ കഴിയും. അത് ബൂത്ത് തലം തൊട്ട് അതിൻ്റെ മാറ്റം ഉണ്ടാവണം. തീർച്ചയായും. അപ്പോൾ അത് ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം, അത് ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുകയും ചെയ്യാം. റൈറ്റ്, അതാണ് ശ്രീ കെ എൽ മോഹനവർമ്മ. കേരളത്തിലെ നേതാക്കളെ ഏതാണ്ട് മുഴുവനായും ഡൽഹിയിലേക്ക് വിളിച്ച് ഒരു പുതിയ ചർച്ചാ പ്രക്രിയ തുടങ്ങുകയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥയിൽ സ്വാഭാവികമായും അദ്ദേഹം കൊടുക്കുന്ന ഗൗരവമായിട്ടുള്ള ആശങ്ക അതിൽ കാണുകയും ചെയ്യാം. കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവി മറികടക്കാൻ സംഘടനാപരമായ അഴിച്ചുപണികൾ അനിവാര്യമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിൽ കോൺഗ്രസ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന VM സുധീരൻ മാറി നിന്നുകൊണ്ടുള്ള ഒരു ഫോർമുല, രണ്ട് ഗ്രൂപ്പുകൾക്കും ഏറ്റവും അനുയോജ്യം എന്ന് തോന്നുന്ന ഒരു ഫോർമുലയ്ക്ക് മാത്രമേ ഇനി വിജയകരമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളൂ? എനിക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമാണ്. ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിന് വളരെയധികം സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഒരു കാര്യം രാഹുൽ ഗാന്ധിയും ഓർക്കുന്നത് നല്ലത്, രാഹുൽ ഗാന്ധിയുടെ വയസ്സിന് താഴെയുള്ള, അദ്ദേഹത്തിന് 48 വയസ്സ് മറ്റായി, 48 വയസ്സിന് താഴെയുള്ള ഏത് നേതാവുണ്ട് കോൺഗ്രസിൽ കേരളത്തിൽ നിർണായകമായ തീരുമാനമെടുക്കാനുള്ള പദവിയിലുള്ളത്? ഏതെങ്കിലും വനിതകളോ ചെറുപ്പക്കാരെയോ ഇവിടെ ഇപ്പോൾ സ്ഥാനം കൊടുക്കുന്നുണ്ട്? ഇവിടെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കഴിഞ്ഞാലും പിന്നെയും വരുന്ന ഇതേ ആളുകളൊക്കെ തന്നെയല്ലേ. ഇത് എപ്പോഴും അവരുടെ മനസ്സിൽ എന്നും അവരുടെ ശേഷിപ്പുകളൊക്കെ കിടക്കുകയില്ലേ? നമ്മളെന്താ അത് നോക്കാത്തത്? രാഹുൽ ഗാന്ധിക്ക് 48 വയസ്സുകാരന് ഇന്ത്യയിലെ AICCയെ ഭരിക്കാമെങ്കിൽ നമുക്കതിലും ചെറുപ്പക്കാരായാലും ഇവിടെ ഭരിച്ചുകൂടെ? വൈ ഡോണ്ട് യു തിങ്ക് ലൈക്ക് ദാറ്റ്? ഇവരെ പ്രായമായവരില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഏതായാലും ഇങ്ങനെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ മിനുക്കല്ല, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ് വേണ്ടത്. പണ്ട് AK ആന്റണിയും വയലാർ രവിയൊക്കെ ചെറുപ്പമായപ്പോൾ നേരെ നേതൃത്വത്തിലേക്ക് വന്നാണ് കോൺഗ്രസ് ഒരു വൈറ്റലൈസേഷൻ ഉണ്ടാക്കിയത്. ഓർക്കണം, ഇന്ന് ആ ലെവലിലുള്ള ആരെങ്കിലും വരാൻ അനുവദിക്കുന്നുണ്ടോ, വരുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ചെറുപ്പക്കാരെ, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ കുറഞ്ഞവരെ ആ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ഒരു കുഴപ്പം വരില്ല. അങ്ങനെ ഒരു നീക്കം രാഹുൽ ഗാന്ധി നടത്തണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം. തുടരുക ശ്രീ കെ എൽ മോഹനവർമ്മ, തുടരുക. ശ്രീ A സജീവൻ, മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ച് കോൺഗ്രസിലെ സംഘടനാ ചർച്ച നടന്നത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് പക്ഷേ ഗുണപരമായ പ്രതിഫലനമല്ല ഉണ്ടാക്കിയത് എന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി. മറുപക്ഷത്തിന് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട കൊടുക്കാൻ പാകത്തിനുള്ള ചർച്ചകളായിരുന്നു അന്ന് ഡൽഹിയിൽ നടന്നത്. വീണ്ടും ഈ ചർച്ചകളുടെ കേന്ദ്രം ഡൽഹി ആവുകയാണ്. രാഹുൽ ഗാന്ധി മുൻപ് വിളിച്ചതിനേക്കാൾ കൂടുതൽ നേതാക്കളെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, അവരോട് ആശയവിനിമയം നടത്തുകയാണ്. ഇതിൻ്റെ ഒരു ഫലത്തെ താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിലാണോ ഡൽഹിയിലാണോ ചർച്ച എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ഘടകമല്ല. കേരളത്തിൽ വെച്ച് നടത്തിയാലും ഡൽഹിയിൽ വെച്ച് നടത്തിയാലും എന്ത് തീരുമാനമെടുക്കുന്നു AICC എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണക്കാക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ 10 പേരെ വിളിച്ചു, അല്ലെങ്കിൽ KPCC പ്രസിഡന്റിനെ മാത്രം വിളിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ത്രിമൂർത്തികൾ എന്ന് പറയുന്ന 3 നേതാക്കന്മാരെ മാത്രം വിളിച്ചു. അതുകൊണ്ടോ അല്ലെങ്കിൽ 45, 55, 100 അല്ലെങ്കിൽ മൊത്തം കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് ചർച്ച നടത്തിയാലും കാര്യമില്ല. അതിൽ നിന്ന് ഒരു ഗൃഹപാഠം നടത്തിയിട്ട് കൃത്യമായ ഒരു നിലപാടിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തണം, ഹൈക്കമാൻഡ് എത്തണം. അതെത്തിയിട്ട് ഒരു നിലപാട് അവരെടുത്തിട്ട് അത് പ്രഖ്യാപിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നേരത്തെ ശ്രീ മോഹനവർമ്മ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരെ, രാഹുൽ ഗാന്ധിയേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളെ നേതൃത്വത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പരിഹാരമൊന്നുമല്ല. അങ്ങനെ നേതാവ് പ്രായം കൂടിയ ആളാണോ കുറഞ്ഞ ആളാണോ എന്നുള്ളതല്ല. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ യുവ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ
നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അടക്കി പറയുന്നില്ല. നല്ല എത്രയോ മറ്റ് പാർട്ടികളിലുള്ളതിനേക്കാൾ എത്രയോ മികച്ച നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് യുവ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കാനും അത് പ്രായോഗികമായിട്ട് ചിന്തിക്കാനും മാത്രമല്ല പുതിയ മാറുന്ന ലോകത്തിന് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ പലപ്പോഴും അവസരം കിട്ടുന്നത് ഈ ആജ്ഞാനുവർത്തികൾക്കും പെട്ടിയെടുപ്പുകാർക്കുമാണ്. അങ്ങനെയുള്ള കുറേ പെട്ടിയെടുപ്പുകാർ ഇപ്പോഴത്തെ നേതാക്കന്മാർ മാറിയിട്ട് പകരമായി വന്നതുകൊണ്ട് ഒരു പ്രത്യേക ഗുണവും കിട്ടാനില്ല. അപ്പോൾ ശരിക്കും ഇവിടെ തീരുമാനമെടുക്കേണ്ടത് ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ അടുത്ത ദിവസം AICCയുടെ പ്രസിഡന്റ് ആവാൻ പോകുന്നുവെന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്ന ഈ ശ്രീ രാഹുൽ ഗാന്ധി വളരെ നിലപാട് കൃത്യമാക്കുക, അദ്ദേഹം തീരുമാനിക്കുക. ഇവിടെ വേണ്ടത് സ്വന്തം ഒരു തരത്തിലും കറയില്ലാത്ത ആരുടെയും ആജ്ഞാനുവർത്തിയല്ലാത്ത നേതാവായിരിക്കണം. അത് അദ്ദേഹത്തിന് കണ്ടെത്താൻ 45 ആളുകളുടെ മീറ്റിംഗ് ഒന്ന് വിളിച്ച് ചേർക്കേണ്ട കാര്യമില്ല എന്നാണ് താങ്കൾ നിരീക്ഷിക്കുക. തുടരുക ശ്രീ സജീവൻ. ശ്രീ ശ്രീകുമാർ, എന്തിന് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു എന്ന് കേരളത്തിലെ നേതാക്കൾക്ക് തന്നെ പൂർണ്ണമായ ബോധ്യമില്ല. സംഘടനാപരമായ വിഷയങ്ങൾ ചർച്ചയാകും എന്നുള്ളതാണ് അവരോട് സംസാരിക്കുമ്പോൾ അവർ മറുപടിയായി പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സമ്പൂർണ്ണമായി പുതുക്കി പണിയുക എന്നുള്ള കാര്യം സാധ്യമാണോ രാഹുൽ ഗാന്ധി ഇനി വിചാരിച്ചാൽ തന്നെ? അല്ല, ഇത് ഒരു ചർച്ചയാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം നേരിട്ടു. ആ പരാജയത്തിൽ നിന്നും പ്രവർത്തകർക്ക് ഒരു ഊർജം പകരാൻ ചില നടപടികൾ ആവിഷ്കരിക്കണം. അത്തരം നടപടികളിൽ ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതൊരു സത്യത്തിൽ ഒരു ചർച്ചയല്ലത്. ഇപ്പോൾ 22 MLA-മാരെ അടക്കം ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതൊരു സർവേ പോലെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി പരാജയപ്പെട്ടു, അതിൽ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ അത് കേരളത്തിൽ വെച്ച് നടത്താൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വെച്ച് ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചാൽ അതൊരു ബഹളമായി മാറും. അപ്പോൾ ഡൽഹിയിലേക്ക് വളരെ കുറച്ച് പേരെ മാത്രം വിളിക്കുക, അവരുടെ അഭിപ്രായം തേടുക. അത് കേരളത്തിലെ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ വോട്ടെടുപ്പ് കാലത്ത് നമ്മൾ സർവേ നടത്തുന്നത് പോലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന നേതാക്കളെ അവരെ ഡൽഹിക്ക് വിളിപ്പിച്ച് എന്താണ് നിങ്ങളുടെ നാട്ടിൽ കോൺഗ്രസിന് സംഭവിച്ച പരാജയത്തിൻ്റെ കാരണം അത് ബോധ്യപ്പെടുക, അത് മനസ്സിലാക്കുക. അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല, അതിൽ AK ആന്റണിയും അതുപോലെ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഓരോ ഘട്ടത്തിൽ ഇടപെടുന്നുണ്ട്. ഇവരെയൊക്കെ വിളിക്കുന്നത് മാത്രമല്ല, പോഷക സംഘടന, കേരളത്തിലെ പോഷക സംഘടന 5 പോഷക സംഘടനയുടെ നേതാക്കളെ വിളിക്കുന്നുണ്ട്. ഇവരെല്ലാം അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിൽ ഒറ്റയ്ക്ക് ചെല്ല് പറയും, കൂട്ടായിട്ട് ചെല്ല് പറയും. അപ്പോൾ അതൊരു സർവേയാണ് സത്യത്തിൽ, അതല്ലാണ്ട് ഒരു ചർച്ചയല്ല. ചർച്ചയ്ക്കാണെങ്കിൽ കേരളത്തിലെ നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ മുതിർന്ന 1 ഡസൻ നേതാക്കളിൽ താഴെയുള്ളവരെ മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ ഈ സർവേ നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കും. ഒരു കാര്യം അഭിലാഷ ഓർക്കണം, കേരളത്തിൽ ഒരു കനത്ത പരാജയത്തിൻ്റെ ഒരു സങ്കടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം എന്തെങ്കിലും കോൺഗ്രസ്സിന് ഒരു പുനർജന്മം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് ആവിഷ്കരിക്കുന്നത് അവരെപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. ഈ ഹൈക്കമാൻഡ് എന്നുള്ള യാഥാർത്ഥ്യം ഇന്നും ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെ മനസ്സിലും ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം താഴെത്തട്ടിലേക്ക് പ്രവഹിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഊർജം അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ഇന്ന നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നത് ചിലരെ വിളിച്ചു ചിലരെ വിളിച്ചില്ല, അങ്ങനെയൊന്നും ഇല്ല. മിക്കവാറും ആളുകളെ, അതും വളരെ ഒരു ജില്ലയിൽ പ്രധാനപ്പെട്ടവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊരു സർവേ ആയതുകൊണ്ടാണ് അത് സെലക്റ്റഡ് വളരെ കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് വിളിച്ചിട്ടുള്ളത്. ഇവരോട് രാഹുൽ ഗാന്ധി എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നോ ഇവർ രാഹുൽ ഗാന്ധിയുടെ എന്താണ് പറയാൻ പോകുന്നതെന്നും നമുക്കറിയാൻ വയ്യ. പക്ഷെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പിഴവ്, മുന്നണിയിൽ മൊത്തത്തിലുണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ, SNDP യോഗത്തിൻ്റെ ചില നിലപാടുകൾ, പ്രാദേശിക തലത്തിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഘടകകക്ഷികളിൽ നിന്നുണ്ടായിട്ടുള്ള ചില എതിർപ്പുകൾ, ഇതെല്ലാം ഓരോ നേതാക്കൾക്കും പറയാനുള്ളതുണ്ടാവും. അതാണ് അവരോട് പറയുക. ഇതിൽ നിന്നും രാഹുൽ ഗാന്ധി ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനം പിന്നീട് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്ത് അത് നടപ്പാക്കാനാണ് സാധ്യത. ഇതിന് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു ഊർജ്ജസ്വല പകരുന്ന ഒരു നീക്കത്തെ വേറൊരു രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഡൽഹിയിൽ എന്തോ ചർച്ച നടക്കാൻ പോകുന്നു, ആ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ചർച്ച പോലെ ഇത് കുളമായി മാറും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊരു ചർച്ചയല്ല, ഇത് അഭിപ്രായ സ്വീകരണം. രാഹുൽ ഗാന്ധി അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രധാനം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിച്ചിരുന്നു. KPCC ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. അതിൻ്റെ പ്രക്രിയ ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തു. പാർട്ടിയുടെ നിഗമനങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് എന്ത് നടപടി എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണോ ഡൽഹിയിൽ നാളെ മുതൽ നടക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ 2011 ശേഷം നടന്ന 2 ഇലക്ഷനിലാണ് UDF തോറ്റത്. 11 ജയിച്ചു, 9 പാർലമെൻറ്റ് ജയിച്ചു, പിന്നെ അസംബ്ലി ജയിച്ചു, 3 ബൈ ഇലക്ഷൻ ജയിച്ചു, 1 പാർലമെൻറ്റ് ജയിച്ചു. അരുവിക്കരയ്ക്ക് ശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ടാണ് കേരളത്തിലെ UDFൻ്റെ ഒരു ഗ്രാഫ് താഴോട്ട് വരുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ തോറ്റപ്പോഴെല്ലാവരും കയറി മുഴുവൻ ചെറുപ്പക്കാർ വരണം, ഇതേ മുന്നേ ജയിച്ചത്. അരുവിക്കരയ്ക്ക് ജയിക്കില്ലെന്ന് നിങ്ങളുൾപ്പെടെ പറഞ്ഞല്ലേ, ജയിച്ചു വന്നില്ലേ അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ ജയിച്ച മുന്നണിയാണ്. അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ടാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് അനലൈസ് ചെയ്യണം, ഞങ്ങളുടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ BDJS എന്ന പാർട്ടി ഉണ്ടാക്കി SNDPയുമായി ബന്ധപ്പെട്ട ഒഴുക്കങ്ങോട്ടുണ്ടായി. അസംബ്ലി ഇലക്ഷൻ അതുണ്ടായി. പല മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ BDJS ആദ്യം ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ആ പരമ്പരാഗത കുറേ അധികം വോട്ട് അവരങ്ങോട്ട് കൊണ്ടുപോയിട്ട് പല മണ്ഡലങ്ങൾ എടുത്താൽ കാണാതെ. ഇപ്പോൾ തൃപ്പൂണിത്തുറ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗതമായ വോട്ടാണ് BDJS വഴി BJPക്ക് പോയത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണ്ടേ. പിന്നെ വർമാജി പറഞ്ഞ മാതിരി 48 വയസ്സിന് താഴെയുള്ളവർ വന്നുകൊണ്ട് രക്ഷപ്പെടുമോ? ഇപ്പോൾ ഇത്തവണ തന്നെ കോൺഗ്രസ് കാൻഡിഡേറ്റ് എടുത്തു നോക്കിക്കോ, എല്ലാ സ്ഥലങ്ങളിലും നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഈ പലരും പറയുന്നത് ഈ കോൺഗ്രസ്സിൽ എന്തോ പുതിയ ആൾക്കാർക്ക് അവസരം. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 11 സീറ്റിൽ ഞാനും ബാബു ഒഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും 3 താഴെയുള്ളവരാണ്. കുറെ കൂടി പുതുക്കക്കാരായ ആളുകൾക്ക് ജയിക്കാൻ സാധിച്ചു. പുതുക്കക്കാരെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുതുക്കം മാത്രം കൊണ്ട് പുതുക്കാർ തോറ്റിട്ടല്ലേ പലയിടത്തും. അപ്പോൾ ഈ ഏജ് ഒന്നും അല്ലൊരു ഫാക്ടർ ഇതിൻ്റെ അകത്ത്. ജനങ്ങളുമായി ബന്ധമുള്ള മത്സരിക്കും. ഇപ്പോൾ എൻ്റെ സീറ്റിലൊക്കെ എന്താ പറ്റിയത്? എൻ്റെ സീറ്റിൽ പറ്റിയത് അവിടെ ഒരു ശക്തമായ റിബൽ വന്നു. ആ റിബലിനെ മാറ്റാൻ കഴിയാതെ വന്നു. മറ്റു ചില സമുദായ ഘടകങ്ങളും അവിടെ എതിരായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോ സീറ്റിൽ സംഭവിച്ചത് മാത്രം എടുക്കണം. ഇപ്പോൾ എനിക്കായിട്ട് ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തന്നെ പലരും വിളിച്ച് സങ്കടം പറയുകയാണ്, അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മത്സരിച്ച് തോറ്റ് എല്ലാവരും മോശക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല റീസൺസും കൊണ്ടാണ് ഇലക്ഷൻ തോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെത്തണം. അതിന് പകരം ഒരു തോൽവി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മോശക്കാരെ മുഴുവൻ മാറണം. അല്ല, ഇതിൽ മോശക്കാര് എന്നതിനപ്പുറത്ത് സംഘടനാപരമായ വീഴ്ചകൾ. ഇപ്പോൾ കൊച്ചി സാധാരണയിൽ കോൺഗ്രസിന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ താങ്കൾ തോൽക്കുന്നു. അപ്പോൾ അതിന് സംഘടനാപരമായി വീഴ്ചകൾ ഉണ്ടാകുമല്ലോ, അത് പരിഹരിക്കണ്ടേ? അതിന് കാരണക്കാരുണ്ടാകുമല്ലോ, കാരണക്കാരെ ചൂണ്ടിക്കാണിക്കുക. അത് ചൂണ്ടിക്കാണിച്ചു. അവിടെ കമ്മിറ്റി വന്നു, അന്വേഷണ കമ്മിറ്റി വന്നു, അതിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ആരെങ്കിലും ഒരു വ്യക്തിയെ 1-2 വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് നടപടിയെടുക്കാൻ ഉപരിയായിട്ട് നാളെ ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന സന്ദേശമാണ് വേണ്ടത്. കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് മാത്രം UDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി ഏത് കോൺഗ്രസ്സുകാരും പോയാലും നാളെ നിനക്ക് പാർട്ടി സ്ഥാനം ഉണ്ടാവില്ല എന്നൊരു സന്ദേശം ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനെങ്കിലും നമുക്കത് മാറ്റിയിടാൻ കഴിയും. അങ്ങനെ പോകണം. നല്ല ഞാനൊരു വ്യക്തിയെ കളഞ്ഞ് അങ്ങനെയുള്ള ഒരു ചിന്തക്കാരല്ല ഞാൻ. മറിച്ച് ഇത് ഒരു സംഘടനയാണ്. സംഘടനയ്ക്ക് അടുക്കും ചിട്ടയൊക്കെയുണ്ട്. തീരുമാനമെടുത്താൽ അത് നമുക്ക് ബാധ്യതയുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നൊരു സന്ദേശം അത് ബൂത്ത് തലം തൊട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിയണം. അതിനുള്ളൊരു ഞാനതുകൊണ്ടാണ് ഒരു കോൺഗ്രസിൻ്റെ റീവൈറ്റലൈസേഷൻ ഉദ്ദേശിച്ചതുകൊണ്ടാണ്. പിന്നെ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ മുഖത്ത് തന്നെ താഴോട്ട് നിൽക്കുന്നത്. അപ്പോൾ ദേശീയ നേതൃത്വം ശക്തമായിട്ട് നിൽക്കണ്ടേ? ഒന്ന് പഴയമാരി അല്ല, വാജ്പേയി അല്ല മോഡി എല്ലാ അടവുകളും പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വരവ് തന്നെ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് അദ്ദേഹം വന്നതാണ്. അങ്ങനെയുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോഴേക്കും ഇപ്പുറത്ത് അതിശക്തമായ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകണം. അപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന ചിന്താഗതി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ സ്റ്റേറ്റുകളിലും രക്ഷപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ എന്താ പറ്റിയത്? ഇവിടെ തന്നെ ഇടതുപക്ഷം വേണ്ടി അഡ്വാൻറ്റേജ് എന്താ? ഇവിടെ BJPയെ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസിനേക്കാൾ നല്ലത് ലെഫ്റ്റാണ് എന്ന ചിന്താഗതി അവരുണ്ടാക്കിയെടുത്തു. അത് അവർക്ക് മെച്ചം കിട്ടി. അത് എൻ്റെ മണ്ഡലത്തിൽ അവർക്ക് എൻ്റെ മെച്ചം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയെ ശക്തമായി നേരിടാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന സന്ദേശം ഇന്ത്യ ഒട്ടാകെ കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ കോൺഗ്രസ് തിരിച്ചു വരാൻ കഴിയൂ. റൈറ്റ്, അതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ KL മോഹനവർമ്മ, ആ അർത്ഥത്തിൽ
സംഘടനാപരം എന്നുള്ളതിനേക്കാൾ രാഷ്ട്രീയമായ പരാജയമല്ലേ UDF-നും കോൺഗ്രസിനും സംബന്ധിച്ചിട്ടുള്ളത്? ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷമാണ് നല്ല ബദൽ എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, പ്രായക്കൂടുതലുള്ള ആളുകൾ മാറി പുതിയ ആളുകൾ വന്ന മണ്ഡലങ്ങളിൽ തേറമ്പിലും ആര്യാടനുമൊക്കെ മാറി അവിടെ പുതിയ ആളുകൾ വന്നപ്പോഴും പരാജയമാണ് ഉണ്ടായത് എന്ന് നോക്കണം. ഒരുപക്ഷെ അവർ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നോ എന്നറിയില്ല. അപ്പോൾ ഈ പ്രായം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയമായ ഘടകങ്ങൾ കോൺഗ്രസ് വിശകലനം ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഡൊമിനിക് ജി പറഞ്ഞു വളരെ കറക്റ്റാണ്. ദേശീയമായിട്ട് ഒരു മാറ്റം, ശക്തി, അതിൻ്റെ പുതിയ അപ്രോച്ച്, ഇതൊക്കെ വരാത്തിടത്തോളം കാലം, മറ്റേ ഇടയ്ക്ക് പറഞ്ഞില്ലേ മോദി ഇവൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്ന, ഇവൻറ്റ് മാനേജ്മെൻറ്റ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശൈലി ഇതുവരെ ഉണ്ടാകാത്തതിന് വേറൊരു ശൈലിയാണ്. ഈ ശൈലിയെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ശക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ദേശീയ നേതൃത്വം വേണം. അത് ഇതുവരെ വന്നിട്ടില്ല, അതും വളരെ കറക്റ്റാണ്. പക്ഷേ ഒരു കാര്യം വളരെ ഇതായിട്ട് പറയണം, നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കോൺഗ്രസിനുണ്ടായതോ ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിനുണ്ടാ, അതിൻ്റെ അനാലിസിസിന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തേത്. മൂന്നാമതൊരു ശക്തി, ഒരു വളരെ ഇല്ലെങ്കിൽ ഒരു മിനിമം ലെവലിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി ഫലങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മൂന്നാം മുന്നണി പോലെ വന്നു കഴിഞ്ഞു എന്നുള്ളത് മറക്കരുത്. ആ മൂന്നാം മുന്നണിയോട് വന്നു കഴിഞ്ഞപ്പം അതിനെയും കൂടെ കൗണ്ടർ ചെയ്യാൻ, ഞാൻ ഈ പ്രായമായവരുടെ കാര്യം പറഞ്ഞ് ഒന്നുകൂടെ പറയാം. തീർച്ചയായിട്ടും പ്രായമായവരുടെ അവരുടേതായ ഒരുപാട് ലയബിലിറ്റീസും അസറ്റ്സും ഉണ്ട് രാഷ്ട്രീയമായിട്ട്. ഇതൊക്കെയാണ് അവിടെ കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടൊരു പുതിയ മുഖം കാട്ടിക്കൂടാ? ഞാനും പുതിയ മുഖം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മുഖത്തിന് തീർച്ചയായിട്ടും ആ BJP പോലുള്ള ഒരു മൂന്നാം മുന്നണിയെ നേരിടാനുള്ള കുറച്ചുകൂടെ ശക്തി ഉണ്ടാവും. അതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ കോൺഗ്രസിൻ്റെ ഈ രാഹുൽ ഗാന്ധി അവിടെ നേതൃത്വം എടുത്ത് ആ രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ ഈ യുവത്വം കൊണ്ടുവരാതെ പറ്റില്ല. ഈ പഴയ ആളുകളെ വെച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ശരിയോ തെറ്റോ ആയിട്ടുള്ള അവരുടെ ലയബിലിറ്റീസ് ഒക്കെ ആയിരിക്കും പാർട്ടിയുടെ ലയബിലിറ്റീസായിട്ട് മാറുന്നത്. അതിനെ മാറ്റാൻ ഈ മൂന്നാം മുന്നണിയോട് വന്ന നിലയിൽ കേരളത്തിലെ വളരെ ബുദ്ധിപൂർവമായ, വളരെ രാഷ്ട്രീയ ചാതുര്യത്തോടു കൂടി ഉള്ള ഒരു നീക്കം വരുത്തണം. അതിന് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ ആരാണെന്ന് വെച്ചോ അവർ നടത്തിയാൽ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു പുനരുജ്ജീവനം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിൽ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ശ്രീ A. സജീവൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് അത്ര അനായാസമല്ല. മുൻപ് 9 MLA-മാരായി ചുരുങ്ങിപ്പോയ ഘട്ടത്തിൽ നിന്ന് വലിയ തോതിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാഷ്ട്രീയ പരിസരം മാറി. വേറൊരു ശക്തി കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അവർ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പിടിച്ചത് എന്നുള്ളത്, അധികമായി പിടിച്ചത് എന്നുള്ളത് വ്യക്തവുമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പുനരുജ്ജീവനത്തെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നത്. സ്വാഭാവികമായും തൊലിപ്പുറത്തെ ചികിത്സ മതിയാകില്ല. വളരെ കലുഷിതമാണ്, സങ്കീർണമാണ് സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതികൾ എന്നിരിക്കെ രാഹുൽ ഗാന്ധിക്ക് എന്തത്ഭുതമാണ് ചെയ്യാൻ സാധിക്കുക? ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അദ്ദേഹത്തിന് നിർദ്ദേശിക്കാനൊരു പരിഹാരം വേണ്ടേ? അഭിലാഷ്, ഇത് വളരെ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ ചെറിയൊരു വിയോജിപ്പ് പറയുന്നു. ഇത് അനായാസമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, മനോഭാവത്തിൽ മാറ്റം ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടും ഹൈക്കമാൻഡ് ആണ് എന്ന നിലപാടിൽ ഉറച്ച് കാര്യങ്ങൾ എടുക്കുക. ഇവിടെ നിന്ന് നമുക്കറിയാവുന്ന ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ കുറേ ദിവസത്തോളം ചർച്ച നടത്തിയിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. എല്ലാവരും കൂടി ഡൽഹിയിൽ പോയിട്ട് അവിടെ 6 ദിവസം അധ്വാനിച്ചിട്ട് പോലും, രാപ്പകൽ അധ്വാനിച്ചിട്ടും ഈ ഒരു പരിഹാരവും ഉണ്ടാവാതെ അവസാനം ആദ്യം VM സുധീരൻ ഇങ്ങോട്ട് പോകുന്നു, അല്ല മറ്റുള്ള ആളുകൾ വേറെ പോകുന്നു. ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാവുകയും ഇവിടെ എന്തെല്ലാം തർക്കങ്ങളുണ്ട് ആ തർക്കം അതേപടി നിലനിർത്തുന്ന രൂപത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നത്. പിന്നീട് അത് ഒരു തൃക്കാക്കരയിൽ മാത്രം ഒരു മാറ്റം വരുത്തി. അപ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ തിരിച്ചടിയുണ്ടായി. ഇതല്ല വേണ്ടത്. ഇവിടെ ഹൈക്കമാൻഡ്, നേരത്തെ ശ്രീ മോഹനവർമ്മ പറഞ്ഞ പോലെ ഹൈക്കമാൻഡ് ആയിരിക്കണം. അതെപ്പോഴും അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ പാർട്ടിയുടെ ദേശീയ തലത്തിലൊരു നേതൃത്വമുണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമേ എപ്പോഴും താഴെക്കടയുള്ള സംസ്ഥാന തലത്തിലും മറ്റ് അതിലും താഴെയുള്ള ഘടകത്തിലൊക്കെയുള്ള പ്രവർത്തകർക്ക് ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. അതൊരു പ്രധാന കാര്യമാണ്. ഇവിടെയും ഈ ചർച്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ സർവേയോ ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ AICC പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധി ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു. അത് നടപ്പാക്കിയേ തീരൂ.
എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് തോന്നണം. അതിപ്പോൾ ഒന്നുകിൽ പുതിയ തലമുറയെ എടുക്കാം, പഴയ തലമുറ തന്നെ വയ്ക്കാം, എന്തോ ആയിരിക്കും. പിന്നെ ഈ ചർച്ച ഇവരോടൊക്കെ ചർച്ച നടത്തിയിട്ട് അല്ലെങ്കിൽ സർവേ എടുത്തിട്ട് എന്ത് കൃത്യമായ അഭിപ്രായമാണ് കിട്ടുക എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഡൊമിനിക് ഇവിടെ കൊച്ചിയിലെ കാര്യം പറഞ്ഞു. കൊച്ചിയിലെ കാര്യത്തിൽ തോൽവിയുടെ കാര്യത്തിൽ ഡൊമിനിക്ക് പറയാണ് ഡൊമിനിക്കിൻ്റെ താല്പര്യം വ്യക്തിപരമായ നിലപാടുകൾ മാത്രമാണ്, അതല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ നിലപാട് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് നിഷ്പക്ഷമായിട്ട് കൊച്ചിയിലെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ഡൊമിനിക് പ്രസന്റേഷന് കഴിയില്ല. ഇതേപോലെ തോറ്റ ബാബുവിന് കഴിയില്ല. തൃപ്പൂണിത്തുറയിലെ തോൽവിയുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ അത് സുധീരൻ ഈ ഒരു നിലപാടെടുത്തുകൊണ്ട് പറ്റി എന്നല്ലാതെ തൃപ്പൂണിത്തുറയിലെ തോൽവിയുടെ കൃത്യമായ കാരണം ബാബുവിനോട് ചോദിച്ചാൽ ബാബുവിന് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും. നമുക്കറിയാം ചില സ്ഥലം ഇപ്പം തൃത്താലയിൽ ബാക്കിയുള്ള ഒരുവിധം എല്ലാ സ്ഥലത്തും പാലക്കാട് ജില്ലയിൽ LDF അടിച്ചു കയറിയിട്ട് പോലും അവിടെ തൃത്താല എന്തുകൊണ്ടാണ് വി ടി ബലറാം ജയിച്ചത്? അവിടെ ഒരു MLA എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ജനകീയനാവണം എന്നുള്ളത് ഒരു സന്ദേശം നമുക്കറിയാം. നമുക്ക് ഇപ്പം അത് ബലറാമിനെ ഞാൻ പൊക്കി പറയുന്നില്ല, അങ്ങനെയുള്ള പല ആളുകളുമുണ്ട്. ഇവിടെ നിലമ്പൂരിലെ തോൽവിയുടെ കാരണം ഉറപ്പായിരുന്നു, ആദ്യം മുതലേ ഉറപ്പായിരുന്നു. ആര്യാടനല്ല അവിടെ മത്സരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രകാശ് ആയിരുന്നെങ്കിൽ പ്രകാശ് തോൽക്കുന്ന കാര്യം ഉറപ്പായിരുന്നു. പ്രകാശല്ല ഷൗക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ അപ്പോഴും തോൽക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ നടന്നിട്ടുള്ള പല താല്പര്യങ്ങളും ഗ്രൂപ്പും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇവിടെ നിന്നുള്ള ഗ്രൂപ്പ് നേതാക്കന്മാർ ഇപ്പോൾ 22 MLA-മാരെ അവിടേക്ക് വിളിച്ചിട്ട് അവിടെ ചർച്ച നടത്തിയാൽ ഈ 22 MLA-മാരും അവരുടെ ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പറയൂ. ഒരു നിഷ്പക്ഷമായ അവലോകനം AICC സംബന്ധിച്ച് സാധ്യമാകില്ല എന്ന് താങ്കൾ അവിടെ നിരീക്ഷിക്കുന്നു. ശ്രീകുമാർ, ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ സ്വന്തം റിസ്ക് ആയിരുന്നുവല്ലോ. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ വേളയിൽ KPCC പ്രസിഡന്റ് ഒരു നിലപാടെടുക്കുന്നു, അതിനോട് AICC ഉപാധ്യക്ഷൻ യോജിക്കുന്നു. പക്ഷേ ആ നിലപാടല്ല നടപ്പാക്കപ്പെട്ടത്. മത്സരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം ജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ ഇനി പാർലമെന്ററി പാർട്ടിയെ നയിക്കാൻ ഞാനില്ല എന്ന് അദ്ദേഹം പറയുന്നതും അങ്ങേയറ്റം സാധാരണമാണ്. KPCC പ്രസിഡന്റിൻ്റെ നിലപാടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിച്ചത്. KPCC പ്രസിഡന്റിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയമോ മുന്നോട്ട് പോയതും. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബാധ്യത VM സുധീരനെ സംബന്ധിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ VM സുധീരൻ്റെ സ്ഥാനചലനം തുടങ്ങിയ വാദങ്ങൾ തന്നെ നിരർത്ഥകമല്ലേ? ഇത് നമ്മൾ ഇപ്പം അഭിലാഷ് പറഞ്ഞത് മുഴുവൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ മുമ്പ് ചർച്ച ചെയ്തത്. അല്ലാതെ ഇതൊന്നും സുധീരനോ ഉമ്മൻചാണ്ടിയോ ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല. ആരെങ്കിലും മത്സരിക്കണമെന്നോ സുധീരൻ പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇന്ന ആളുകൾ മത്സരിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ചില നിരീക്ഷണങ്ങൾ നടത്തി. ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെയാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്തത്. അല്ലാണ്ട് അതൊന്നും അവർ പറഞ്ഞ കാര്യങ്ങളല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇപ്പം നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞു, VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു. അതൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർണായക കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന നേരത്തെ ഡൊമിനിക്ക് പറഞ്ഞ പോലെ അവിടെ ഒരു വിമതൻ വോട്ട് പിടിച്ചില്ലെങ്കിൽ ഡൊമിനിക്ക് ജയിക്കുമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് വിമതൻ നിന്നു, അദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല, ഇതൊക്കെ ജനത്തിന് അറിയണ്ടേ, ഇതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയണ്ടേ. അതിനുവേണ്ടിയുള്ള ഒരു അഭിപ്രായ സ്വരൂപീകരണമാണ് നടക്കുന്നത്. അത് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ വർമാജിയൊക്കെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണിയുടെ പല സ്ഥാനാർത്ഥികളും ജയിച്ചത് 30,000-40,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ഈ 30,000-40,000 വോട്ടുകളുടെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെ നോക്കി ചെയ്തതാണോ? ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അത്ര കേമന്മാരായിരുന്നോ? അല്ല. ഇപ്പം നമ്മുടെ ബിജിമോളൊക്കെ ജയിച്ചത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അവിടെ ഇടുക്കിയിൽ ചില 1-2 സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോറ്റത് എങ്ങനെയാണ്? മുൻ സ്പീക്കർ ശക്തൻ തോറ്റത് എത്ര വോട്ടിനാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടല്ല ജനം ഇത്തവണ വോട്ട് ചെയ്തത്. ഇത്തവണ ജനം വോട്ട് ചെയ്തത് ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായി. അതായത് BJP SNDP യോഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മൂന്നാം ശക്തിയായിട്ട് വന്നു.
ആ മൂന്നാം ശക്തിയുടെ കൂടെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ഭൂരിപക്ഷ ഹിന്ദുക്കളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാരായ ഒരു വിഭാഗവും വോട്ട് ചെയ്തു. ഇങ്ങനെ വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ട് കുറഞ്ഞു പോയി. ഇതാണ് ഇത്ര ഭീകരമായ ഒരു പരാജയത്തിന് കാരണം. ശരിയാണ്. കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്ത് വന്നിരുന്ന ഹിന്ദു വിഭാഗത്തിലെ ഒരു സംഘം വോട്ടർമാർ ഇത്തവണ പുതിയ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, NDAയുടെ വോട്ട് ശതമാനം കൂടിയിട്ടുമുണ്ട്. പക്ഷേ അതിലേക്ക് മാത്രമായി കാര്യങ്ങളെ ചുരുക്കണോ? അതിനപ്പുറത്ത് സർക്കാരിനെതിരെ ശക്തമായ വികാരമുണ്ടായിരുന്നു എന്ന കാര്യത്തെ ഈ SNDP BJP ഫാക്ടർ കൊണ്ട് മറച്ചു വെക്കാൻ സാധിക്കുമോ? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമികമായും ഉമ്മൻചാണ്ടിക്കാണ്. KPCC പ്രസിഡന്റിൻ്റെ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നടപ്പാകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? ഞാനൊരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ വർമാജി പറഞ്ഞ മാതിരി നമുക്ക് വേണമെങ്കിൽ മുഴുവൻ പേരെ മാറ്റാം, അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഇഷ്ടപ്പെടുമോ? അതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. ഇവിടെ വേണ്ടത്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എവിടം തൊട്ടാണ് കോൺഗ്രസിൻ്റെ ഈ UDFൻ്റെ തോൽവി ഇവിടെ നടക്കുന്നത്? അരുവിക്കര വരെ ജയിച്ചില്ലേ? അരുവിക്കരയുടെ സമയത്ത് ഇവിടെ പല ഇഷ്യൂസും ഉണ്ടായിരുന്നല്ലോ. പാർലമെൻറ്റ് ഇലക്ഷന് സരിത ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ജയിച്ചില്ലേ ഇവിടെ? അത് കഴിഞ്ഞിട്ടും ഇലക്ഷൻ ജയിച്ചില്ലേ? അരുവിക്കരയ്ക്ക് ശേഷം ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 52 വെട്ടുപൊട്ടിയാണ് ചന്ദ്രശേഖരനെ കൊന്നത്. CPM കാരൻ തെളിയിക്കപ്പെട്ടു, അവരകത്തായി. ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? ആ കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? അവരിപ്പോഴും പറഞ്ഞാൽ അവരല്ല ചെയ്തെന്നാണ്. ഏത് നേതാക്കളകത്ത് കിടക്കുക. അപ്പോൾ പല സംഭവങ്ങളുണ്ടാകുമ്പോഴേക്കും പാർട്ടിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ വന്നത് നിസ്സാര കാര്യങ്ങളിൽ പോലും ഗവൺമെൻറ്റിന് പാർട്ടി പലപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ വരാത്തത് വലിയ പ്രശ്നമായിരുന്നു. അത് വലിയ പ്രശ്നമല്ലേ അത്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ കൂടുമായിരുന്നു. ഞാൻ പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പറയാത്തതാണ്, ശരിയല്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ചർച്ചയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളടക്കം കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുകയും അതിന് നാളെ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഒരു തീരുമാനം വന്നില്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ മുന്നോട്ട് പോകും. അല്ല, ഗവൺമെന്റ് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ പാർട്ടി ഡിഫെൻഡ് ചെയ്തു എന്ന് തന്നെ കരുതുക. ജനങ്ങളുടെ മുൻപിൽ അല്ലല്ല, എന്താ തെറ്റ്? ഇപ്പം തന്നെ പറഞ്ഞല്ലോ പല കാര്യങ്ങൾ. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വലിയ വാചകം എടുത്തല്ലോ. ഏത് കാര്യം ചെയ്തു ഇവർ എടുത്തു പിടിച്ചു? ഇതൊക്കെ റിലേറ്റീവ് അല്ലേ? ഈ പല തീരുമാനങ്ങളും ഇപ്പം തെറ്റെന്ന് പറയുന്നത് റിലേറ്റീവാണ്. ഞാൻ എഴുതി വെച്ചു തരാം, കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത 90-80% തീരുമാനം ഇവർക്ക് മാറ്റാൻ കഴിയില്ല. അതൊക്കെ പ്രൊസീജിയറായിട്ട് വന്ന കാര്യങ്ങളാണ്. വാചകം അടിക്കാൻ മന്ത്രിമാർക്ക് അത് പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് തൊടാൻ പറ്റാതെ. പരിശോധിച്ച് മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് പരിശോധിച്ച് 127 തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ അപകടമാണ്. അവരാണോ കോമ്പറ്റന്റ് അതോറിറ്റി? അല്ല, വേണ്ട. അതിൽ ഒരു തീരുമാനം ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലാണ്. സന്തോഷ് മാധവന് ഭൂമി കൊടുത്ത അത് തന്നെ ഞാൻ പറഞ്ഞത്. അന്വേഷിച്ച് വരട്ടെ. സന്തോഷ് മാധവന്റെ പേരിൽ 1 സെന്റ് ഭൂമി ഉണ്ടാവില്ല. സന്തോഷ് മാധവൻ പ്രൊമോട്ടറായ കമ്പനിക്ക് സന്തോഷ് മാധവന്റെ പേരിൽ വ്യക്തിപരമായി അത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറയുന്നു, നിങ്ങളിപ്പോഴും ഞാനിപ്പോഴും അറിയാതെ പറയാണ്, ഒരു സംശയം വേണ്ട. ആ അന്വേഷണം വരുമ്പോഴും ഉള്ളി തൊലിച്ചു പോലിരിക്കും. സന്തോഷ് മാധവന്റെ പേര് അവിടെ അടുത്തുണ്ടാവില്ല. അതായിരിക്കും വരാൻ പോകുന്നത്. സന്തോഷ് മാധവന്റെ പേര് വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് പ്രശ്നങ്ങൾ മുഴുവൻ. സർക്കാരിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരു പദ്ധതി ഒരു മിനിറ്റ് അതല്ല പ്രശ്നം അതിൻ്റെ അകത്തുള്ളത്. ഒരു കമ്പനിക്കാർ വന്ന് ഭൂമി വാങ്ങി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി അവരൊരു കൂട്ടരെ ഏൽപ്പിച്ചു. നിയമപരമായി നമ്മുടെ ലാൻഡ് സീലിംഗ് നിയമം അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുത്ത് വ്യവസായ വകുപ്പിൻ്റെ സാങ്ഷൻ മേടിക്കണം. ആ കമ്പനിക്ക് പറ്റിയ ഞാൻ മനസ്സിലായി, ആ കമ്പനിക്ക് പറ്റിയത് അവരത് കൊടുത്തിരുന്നില്ല. അവർ കൊടുത്തപ്പോൾ ലേറ്റായി. ആ സമയത്താണ് ഈ വാർത്തകൾ വരുന്നതും ഈ നമ്മുടെ തഹസിൽദാർ പോയിട്ട് അത് പ്രഖ്യാപിക്കുന്ന മിച്ചഭൂമിയായി. അത് വീണ്ടും ആ കമ്പനി കൊടുത്ത അപേക്ഷയാണ് പ്രോസസ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിലേക്ക് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യാമല്ലോ. ഞാനീ പറയുന്നത് ഡൊമിനിക് പ്രസന്റേഷൻ ഇതുമായി സംബന്ധിച്ച രേഖകളൊക്കെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് ഈ ഭൂമി ഏറ്റെടുത്തത് ഇത് ബിനാമി ഇടപാടാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇത് മിച്ചഭൂമിയായി ഏറ്റെടുക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ഭൂമിയുടെ പ്രൊമോട്ടർമാർ വീണ്ടും ഈ സർക്കാരിന്റെ കാലത്ത് ആ ഭൂമിയിൽ പദ്ധതി നടത്തണമെന്ന ആവശ്യവുമായി വന്നു. അന്ന് 2013 ഇതേ റവന്യൂ വകുപ്പ് കാര്യകാരണ സഹിതം അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ അപേക്ഷ, അതായത് ഭൂമി തിരികെ നൽകണമെന്ന അപേക്ഷ ബോണഫൈഡ് അല്ല എന്ന് കണ്ടെത്തി ഈ സർക്കാർ കാറ്റഗറിക്കലി ഡിനൈഡ് ഇറ്റ്. അതിനുശേഷം
ഈ സർക്കാർ അവസാനിക്കുന്നതിന് ഒരു മാസം മുൻപാണ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. അതാണ് ഇപ്പോൾ കേസായിരിക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞറിയോ, ഈ കേസൊക്കെ പോയി പല കേസും നമ്മൾ കണ്ടല്ലോ. അവസരം കേസ് അങ്ങനെ തീരുമാനം വന്നിട്ടുള്ളത് കോടതി പോയിട്ടെന്ന സ്ഥിതി. ഇപ്പം നമ്മൾ ഏറ്റെടുത്തില്ല, നമ്മുടെ ഇവിടെ ആരുടെ വലിയ എസ്റ്റേറ്റ് ഏറ്റെടുത്തില്ലേ, അതൊക്കെ ഇപ്പോൾ എന്തായി, തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? നമ്മുടെ VS പോയി പിടിച്ചില്ലേ മൂന്നാറിലെ. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ, നമ്മൾ കുറേ ആൾക്കാർ പല കാര്യം അറിയാതെ ബഹളം ഉണ്ടാക്കും, കൈയടിക്കും. അവസാനം നിയമത്തിൻ്റെ സ്കൂട്ടിനിക്ക് വരുന്നത് എന്താ? അതൊന്നും നമ്മൾ പറഞ്ഞ ഈ വിഷയത്തിൽ ഇതടക്കമുള്ള വിഷയങ്ങളിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്ന നിലപാട് പറയാൻ പാടില്ല. പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാൻ പാടില്ലല്ലോ. അവിടെ എനിക്ക് ഇതുള്ളത് അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? മുഖ്യമന്ത്രി വിളിച്ച് പറയണം, തെറ്റത് വിഡ്രോ ചെയ്യാൻ പറയണം. അല്ല നിങ്ങളെത്താന്ന് പറയണം, എനിക്കൊരു യോജിപ്പില്ല, ശരിയല്ലത്. ഇത് എത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ല, കോൺഗ്രസ് ഗവൺമെൻറ് തെറ്റ് കാണിച്ചാൽ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? വിളിക്കണം, തെറ്റാണ്, വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. ആരും അറിയാൻ വിഡ്രോ ചെയ്ത് പോയിക്കോളും. ഇതല്ലല്ലോ. അല്ല, ഇത് ചർച്ചയായതിനു ശേഷമാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാകുന്നു. എല്ലാ നേതാക്കൾക്കും അതിനെ പിന്തുണയ്ക്കാൻ സാധിക്കില്ലല്ലോ. ഇത് തീവെട്ടിക്കൊള്ളയാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറഞ്ഞു. അത് തന്നെ കുഴപ്പം. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു ഗവൺമെന്റ് പോയി, അല്ല, അവർ ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഗവൺമെന്റ് നിൽക്കുമായിരുന്നു. ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഡിഫെൻഡ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫോറം ഉണ്ട് പാർട്ടിക്ക്. എല്ലാ ദിവസവും കാണുന്നവരല്ലേ 3 നടക്കാൻ വരെ തമ്മിൽ. അത് പറഞ്ഞുകൂടെ? അത് തിരുവാനൂർ മാറ്റണം. ഇഷ്യൂ കഴിഞ്ഞല്ലോ. പിന്നെ ഇതൊരു കോയിലേഷൻ ഗവൺമെൻറ് അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, 2 ആളുടെ ഭൂരിപക്ഷം വെച്ചാണ് ആ പാവം ഉമ്മൻചാണ്ടി ഇത് മുഴുവൻ കാണിച്ചത്. അദ്ദേഹം ഇട്ടിട്ട് പോകാമായിരുന്നു. ആരെങ്കിലും സമ്മതിക്കുമോ? എല്ലാവർക്കും സർക്കാരിനെ വേണം, കാര്യങ്ങളും വേണം, പക്ഷെ ആരും ഡിഫെൻഡ് ചെയ്യാനില്ല. അത് ശരിയല്ലല്ലോ. ശരി, അതാണ് താങ്കളുടെ വാദം. ശ്രീ എ സജീവൻ, ഇത്തരത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നില്ല എന്നത് പോട്ടെ, അത് വിവാദമായപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു KPCC പ്രസിഡന്റ് അടക്കമുള്ള പാർട്ടിയുടെ ഒരു വിഭാഗം നേതാക്കൾ. അത് പ്രതിപക്ഷത്തിനൊരു ആയുധമായി, അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി. സ്വാഭാവികമായും അതിൻ്റെ ആനുകൂല്യം ഇടതുപക്ഷത്തിന് കിട്ടി, അതുകൊണ്ട് തോറ്റു എന്നൊരു വാദം കോൺഗ്രസിലെ എ വിഭാഗത്തിൽ ശക്തമാണ്. താങ്കൾ അതിനോട് യോജിക്കുമോ? അല്ല, VM സുധീരൻ ഇതൊക്കെ പരസ്യമായിട്ട് പറയേണ്ടിയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വേണേൽ തർക്കം ഉന്നയിക്കാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഡൊമിനിക് പറയുന്നത് കേട്ടാൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, സർക്കാർ എല്ലാ തീരുമാനങ്ങളും ന്യായമായിട്ടാണ് എടുത്തത്, സന്തോഷ് മാധവന് ഭൂമി കൊടുത്തതിൽ പോലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സന്തോഷ് മാധവന്റെ പേരിൽ ഭൂമി കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന ഒറ്റ കാര്യം എടുക്കാം. നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ബാർക്കോഴ പ്രശ്നം വന്നു. ബാർക്കോഴ പ്രശ്നം വരുന്നതിന് മുമ്പേ ബാറുകൾ 152 ബാറുകൾ അടച്ചിടാനുള്ള തീരുമാനം എടുക്കുന്നു. അത് സർക്കാർ തീരുമാനം. പിന്നീട് തുറക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണല്ലോ തുറക്കാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ കോഴയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ സുധീരൻ അതിൽ ഒരുപക്ഷെ പാർട്ടിക്കകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ പാർട്ടിക്കകത്ത് പറഞ്ഞാലോ മുന്നണിക്കകത്ത് പറഞ്ഞാലോ പരിഹരിക്കപ്പെടില്ല എന്ന് തോന്നിയിട്ടായിരിക്കണം സുധീരനെ പരസ്യമായിട്ട് പുറത്ത് പറഞ്ഞത്. കാരണം സർക്കാരിൻ്റെ നയം ഇതല്ല, ഈ 152 ബാറുകൾ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിന്നീട് അന്ന് ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഒരാൾ മാത്രം മദ്യവിരുദ്ധനും ബാക്കിയുള്ളവരൊക്കെ ബാർ മുതലാളിമാരുടെ ആളും ആവേണ്ട എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിൽ കൂടുതൽ അപ്പുറത്തേക്ക് ചാടേണ്ടതിന് അപ്പുറത്തേക്ക് ചാടിയിട്ടാണ് മൊത്തം ബാറുകൾ അടച്ചുപൂട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. അത് സർക്കാരിന് ശരിയായിട്ട് മദ്യനയം എടുക്കുമ്പോൾ ആ മദ്യനയം നടപ്പാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിരിക്കണം. അതെടുക്കാതെ ഈ വ്യക്തിവിരോധം വെച്ചുകൊണ്ടൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കാവൂ. ഞാൻ സുധീരൻ പരസ്യമായിട്ട് പറഞ്ഞതിനെ ന്യായീകരിക്കുന്നേ ഇല്ല. അതങ്ങനെ പരസ്യമായിട്ട് ഒരു KPCC പ്രസിഡന്റ് പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുകയും അത് അങ്ങനെ ആ നിലപാടിൽ കുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങളും എടുക്കാമോ? ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ നേരത്തെ മാണിയുടെ കാര്യത്തിൽ അറിയാമല്ലോ, മാണിയുടെ കാര്യത്തിൽ കോടതി പോലും കണ്ടെത്തി അദ്ദേഹം കോഴ വാങ്ങിയതിന് തെളിവുണ്ട് എന്ന്. എന്നിട്ട് പിന്നീട് അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റു പല ആളുകൾ ഇപ്പം ബാബുവിൻ്റെ കാര്യത്തിലും മറ്റും വന്നത് എന്താണ്, ബാബുവിനെതിരെ ദ്രുതപരിശോധന പോലും നടത്തേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ അത് ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കട്ടെ. മാണി പറഞ്ഞ പോലെ ഇരട്ട നീതി പാടില്ലല്ലോ. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നൊക്കെ ജനം കാണുന്നുണ്ട്. മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയുന്നതിനനുസരിച്ച് അത് മുഴുവൻ ജനങ്ങൾ വിഴുങ്ങില്ല.
അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഭരിക്കുന്ന സമയത്ത് സർക്കാരിനുണ്ട്. ശരി, അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ നിലപാട്. തുടരുക ശ്രീ എ സജീവൻ. ശ്രീ കെ എൽ മോഹനവർമ്മ, കോൺഗ്രസിലെ ചർച്ചകൾ ഈ രൂപത്തിലാണ് എങ്കിൽ സർക്കാർ തെറ്റായ തീരുമാനം എടുത്ത ഘട്ടത്തിൽ അതിനെ പരസ്യമായി എതിർത്തതാണ് പ്രശ്നം, അതല്ലാതെ സർക്കാർ തെറ്റായ തീരുമാനം എടുത്തതല്ല എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസിലെ ചർച്ചകൾ എങ്കിൽ അത് ഗുണം ചെയ്യുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ എന്താണ് വാസ്തവത്തിൽ അവിടെ ശരിക്കും അവർ ചെയ്യേണ്ടത്, അവരുടെ കടമ എന്താണ്? രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ ഭരണ നേതൃത്വമായിട്ട് ഒന്നു ചേർന്നിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ആദ്യമേ. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതല്ലാതെ വരുന്നതാണെങ്കിൽ വരുന്ന തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയല്ല, ഡിഫെൻഡ് ചെയ്യുക എന്നല്ല പറഞ്ഞത്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. ഡിഫെൻഡ് ചെയ്യുകയല്ല, ഡിഫെൻഡ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ ദുഃഖത്തോടു കൂടി പറയാണ്, വളരെ വിഷമത്തോടു കൂടി പറയാണ്, കോൺഗ്രസ് ഇപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കുക. കേരളത്തിലാണെങ്കിൽ ഇന്ന് ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായ സപ്പോർട്ടുള്ള പാർട്ടിയും അതുപോലെ ഭരണ നേതൃത്വമുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ മോദിക്ക് വളരെയധികം സപ്പോർട്ടുള്ള BJP പാർട്ടിയും ഭരണ നേതൃത്വമുണ്ട്. ഈ രണ്ട് ശക്തികളോടാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദേശീയ നേതൃത്വം തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എന്താ തെറ്റായിട്ട് ചെയ്യുകയാണ്, ദേശീയ നേതൃത്വം അതിൽ ആക്ഷൻ എടുക്കേണ്ടതാണ്. അവരാണ് ഇത് നോക്കേണ്ടത്. ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൂടെ കേരളത്തിൽ ഒന്നിച്ചു പോകണമെന്ന് കാണേണ്ട ചുമതല ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അല്ലാതെ ഇവരുടെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും സുഹൃത്തുക്കളും മൂന്നാമതൊരു മുന്നണി വന്നു. ആകെ ഈ വ്യത്യാസത്തിൽ എന്തൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ എനിക്ക് പറയാം, പാർട്ടിയും ഭരണ നേതൃത്വം തമ്മിലുള്ള ഒരു പ്ലാറ്റ്ഫോം, കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നില്ലെങ്കിൽ there will be some great disaster for കോൺഗ്രസ്. ഒന്ന് വളരെ കെയർഫുൾ ആയിരിക്കണം, വളരെ പുതിയ കാഴ്ചപ്പെടണം. പഴയ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഈ ഒഴിവുകളും പറഞ്ഞിട്ട് ആ കുറ്റവും ഈ കുറ്റവും പറഞ്ഞ് പഴയതുപോലെ അതിനെ ഡീൽ ചെയ്യരുത് എന്ന് വളരെ താഴ്മയായിട്ട് ഒരു അഭ്യർത്ഥനയുണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും. റൈറ്റ്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയി അല്ല നരേന്ദ്രമോദി എന്ന ബോധ്യം കോൺഗ്രസിന് വേണം എന്ന്. അതേമാതിരി തന്നെ VS അച്യുതാനന്ദൻ അല്ല പിണറായി വിജയൻ എന്ന ബോധ്യം കേരളത്തിലും വേണമല്ലോ. പൂർണ്ണമായും പാർട്ടിയുടെ പിന്തുണയുള്ള, പൂർണ്ണമായ അധികാരമുള്ള മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന സാഹചര്യം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്യേണ്ടത്. സാധാരണ നിലയിൽ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അതിൽ പല ശബ്ദങ്ങൾക്ക് പ്രോത്സാഹനം നൽകാറുണ്ട്. അങ്ങനെ പല ശബ്ദങ്ങൾ ജനാധിപത്യപരമായി തന്നെ ഉയരാറുമുണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിധി വിട്ടു പോയാൽ ഇനി ഒരു തിരിച്ചുവരവ് എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്ന തിരിച്ചറിവ് കൂടി വേണ്ടേ? അല്ല, VS അച്യുതാനന്ദനും പിണറായി വിജയനും ആര് ഭരിച്ചാലും അതും കോൺഗ്രസിൻ്റെ നയവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പോൾ പിണറായി വിജയനാണ് പാർട്ടിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞവർ ഒരുമിച്ച് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് കേരളം. അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്, പാർട്ടിയുടെ പരിപൂർണ പിന്തുണ പിണറായി വിജയനുണ്ട്. പക്ഷേ അതൊന്നും കോൺഗ്രസിനൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും അച്യുതാനന്ദനെ പാർട്ടി എതിർത്തെങ്കിലും അവർ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അവർ ഒരുമിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇവിടെ പ്രശ്നം അതല്ല. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്രതീക്ഷിതമായൊരു വിജയമാണ് കൈവന്നത്. അപ്രതീക്ഷിതമായൊരു വിജയം കൈവന്നതാണ് പ്രശ്നമായത്. അവർ പോലും ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വിജയം ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് കോൺഗ്രസ്സിന് ഇപ്പോഴും ശരിക്കും ബോധ്യപ്പെടാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തുടർ ഭരണം എന്ന ഒരു വിശ്വാസം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. വിശ്വാസം മാത്രമല്ല, വലിയൊരു പ്രതീക്ഷ മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇല്ലാതായതാണ് പ്രശ്നമായത്. പക്ഷേ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ ഒരു നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. സംഭവിച്ചത് മറിച്ചാണ്. ഇടതുപക്ഷത്തെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷമൊക്കെ കിട്ടി. ഈ ഭൂരിപക്ഷമാണ് ഇന്ന് പിണറായി വിജയന് ശക്തി പകരുന്നത്. കാരണം അതുകൊണ്ട് അത് നമുക്ക് ദിവസം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവരുടെ ഓരോ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് ഈ കോൺഗ്രസിന് പരാജയം ഉണ്ടായതുകൊണ്ട് പിണറായി വിജയൻ ശക്തനായതുകൊണ്ടോ ഒന്നും കോൺഗ്രസിൻ്റെ നയമോ നിലപാടൊന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ശക്തമായ അടിത്തറ കോൺഗ്രസിനുണ്ട്. ആ അടിത്തറ ഒന്ന് നനച്ച് ഒന്ന് പുഷ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചിന്ത. കാരണം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം.
അതുവരെ ഏതാണ്ട് ഒരു 2 വർഷത്തെ കാലയളവുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ പാർട്ടിയുടെ ചില ബൂത്ത് കമ്മിറ്റികൾ പ്രശ്നമാണ്, മണ്ഡലം കമ്മിറ്റികൾ പ്രശ്നമാണ്. ഇതൊക്കെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് പാർട്ടിയെ സുസജ്ജമാക്കുക എന്നൊരു ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഭരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി പൂർണ്ണ പിന്തുണ നൽകിയതുകൊണ്ട് കോൺഗ്രസിന് എന്താണ് ഗുണം? അല്ലെങ്കിൽ കോൺഗ്രസിന് എന്ത് ഭയക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? UDF സംബന്ധിച്ചോളം ഇതിലും കുറഞ്ഞ സീറ്റിൽ UDF കോൺഗ്രസ് നിയമസഭയിൽ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി LDF വലിയൊരു വിജയമുണ്ടായി. ആ വിജയമുണ്ടായതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കോൺഗ്രസ് പലതും കണ്ടെത്തി. പക്ഷേ ഇപ്പോഴും കണ്ടെത്താൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല. അങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ? സർക്കാരിന്റെ പ്രവർത്തനം കഴിഞ്ഞ് വർഗീയതയോടുള്ള സമീപനം എന്ന വിഷയം എടുക്കാം. VM സുധീരൻ BJPയോടോ SNDP യോഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോടോ എടുത്ത സമീപനം കോൺഗ്രസിലെ മറ്റു പല നേതാക്കളും എടുത്തില്ല എന്ന് മാത്രമല്ല, മൃദുവായ സമീപനം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്തായിരുന്നു എന്ന് പരിശോധിക്കണ്ടേ? വളരെ ശക്തമായി ഈ കൂട്ടുകെട്ടിനെതിരെ നിലപാടെടുത്ത VD സതീശൻ പറവൂരിൽ ഈ SNDP യോഗം കൂട്ടുകെട്ട് ആഞ്ഞു പിടിച്ചിട്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. വർഗീയതയ്ക്കെതിരെ സമാനമായ നിലപാടെടുത്ത VT ബൽറാം CPIM-ന് നല്ല മേൽക്കൈയുള്ള തൃത്താല മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിപ്പിക്കുന്നത് കണ്ടു. ഇങ്ങനെ വർഗീയതയോട് ആത്മാർത്ഥതയുള്ള സമീപനമെടുത്തിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട് എന്ന ഘടകം കാണേണ്ടേ കോൺഗ്രസ്? ഈ സതീശൻ്റെ വിജയവും അതുപോലെ ബൽറാമിൻ്റെ വിജയവും അവരെടുത്ത നിലപാടുകളുടെ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ബൽറാമിൻ്റെ അവിടെ വന്നത് വേറെ ഒരു ഇതാണ്. ബൽറാമിൻ്റെ ഓഫ്കോഴ്സ് ബൽറാമിൻ്റെ ഒരു നല്ല MLA എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു. അതോടൊപ്പം LDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വന്നത്. സതീശൻ്റെ അവിടെ സതീശൻ വളരെ സ്ട്രോങ് ഒരു പൊസിഷൻ എടുത്തിരുന്നു SNDPക്കാരായിട്ട്. ഉള്ള പ്രശ്നം അതുകൊണ്ട് മാത്രം അത് ഒരു ചെറിയ ഇതിലേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, SNDP നേതൃത്വത്തെ SNDPയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രായിരം കോൺഗ്രസ്സുകാരുണ്ടെന്നറിയോ? ഓരോ മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് കോൺഗ്രസിൻ്റെ ആൾക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല. അവർ കുറേ പേരെങ്കിലും ഇത്തവണ അപ്പുറത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിനു പകരം ഇയാൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അവരുമായിട്ട് ഐക്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ SNDP അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടെന്നാൽ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ലല്ലോ SNDP എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നിലപാടിനോട് വിയോജിപ്പുള്ള 100 ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് SNDP നേതൃത്വത്തിൽ അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രം ഇതിനൊരു പ്രശ്നം പരിഹാരമല്ല. മറിച്ച് നയങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ പോയ ഓട്ടൊക്കെ തിരിച്ചു വരണം. കോൺഗ്രസ് ഇനിയും ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വർമാജി പറഞ്ഞ ഞാൻ പിന്താങ്ങുന്നു. ഇവിടെ പണ്ട് UDF LDF ആയിരുന്നു, ഇപ്പോൾ വേറെ ഓൾട്ടർനേറ്റീവ് വന്നിരിക്കുന്നു. അതിൻ്റെ അവർക്ക് കിട്ടിയ ഒരു മെച്ചം എന്താ? ഈ ഇലക്ഷൻ BDJS ആണ്. പല സ്ഥലങ്ങളിൽ 1047 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPക്ക് വോട്ട് കൂടാൻ കാരണം BDJS ആണ്. BDJS ബേസിക്കലി SNDP-ആയിട്ട് ബന്ധപ്പെട്ടവരുമായി വന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടെ വിന്നോർ ചെയ്യണ്ടേ? അതിന് പകരം ഇപ്പം തന്നെ കയറി നീ പോടാൻ ഓടിക്കാൻ പറ്റുമല്ലോ? അത് ശരിയല്ല നിലപാട്. മാത്രമല്ല പലപ്പോഴും ക്ഷണികമാണ് അവരുടെ ചേഞ്ച്. പക്ഷെ അവരെയും കുറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് കോൺഗ്രസിനേക്കാളും BJPയെ ഫൈറ്റ് ചെയ്യാൻ നല്ലത് CPM ആണെന്ന് പറഞ്ഞു. ബംഗാളിൽ പോലും ഞങ്ങളുടെ കൂടെ നടക്കി അവർ നിർത്തിയില്ലാത്തതുകൊണ്ട് ഇനി BJPയെ തോപ്പിക്കണമെങ്കിൽ LDFനൊന്നും ചെയ്യാൻ പറ്റുമോ? അവർ കേരളത്തിൽ മാത്രമേ ഒതുങ്ങുള്ളൂ. BJP കോൺഗ്രസിനെ ശക്തിപ്പെടണം. ആ സന്ദേശം നമ്മുടെ ഇവിടെയുള്ള മൈനോറിറ്റീസിലേക്ക് എത്തിക്കണം. എന്നാലും അടുത്ത ആളുകൾ ജയിക്കാൻ പറ്റുള്ളൂ. അവിടേക്കാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ്. കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ ബേസ് ഉണ്ട്, അത് തിരിച്ച് കൊണ്ടുവരണം. അതിന് ഏതെങ്കിലും സംഘടനയെ കയറി നിങ്ങൾ ശത്രുവാന്ന് പറയാൻ കാര്യമില്ലല്ലോ. മറിച്ച് അവിടെയുള്ള ജനങ്ങൾ വിഭാഗത്തിന് വിശ്വാസം നേടിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിൽ BJPയെ തകർക്കാൻ, BJPക്ക് പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിയുന്ന സന്ദേശം ഇന്ത്യ ഒട്ടാകെ വരണം. അങ്ങനെ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ഇവിടെയും നഷ്ടപ്പെട്ടു പോയ ജനവിഭാഗങ്ങൾ കോൺഗ്രസിനെ കൂടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്. ശ്രീ A. സജീവൻ, ഒന്ന്, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ BJPക്കെതിരെ മികച്ച ബദൽ ഇടതുപക്ഷമാണ് എന്ന് കരുതി മുൻപത്തേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്ന വസ്തുത. രണ്ടാമത്തേത്, മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും കോൺഗ്രസിനോ UDFനോ കിട്ടിക്കൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ കുറവുണ്ടായി എന്ന ഈ 2 ഘടകങ്ങളാണ് അഭിസംബോധന ചെയ്യേണ്ടത് കോൺഗ്രസ്. അത് ആ വർഗീയതയെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല, മറിച്ച് അവരുടെ വോട്ട് മറിച്ച് ചെയ്ത ആളുകളുടെ വിശ്വാസം തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്ന നിലപാട്. അത് സാധ്യമാകുമോ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ?
അല്ല, ഡൊമിനിക് പറയുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ, വോട്ട് മറിച്ച് ചെയ്ത് തിരിച്ചു പിടിക്കണം എന്നാണ് ഡൊമിനിക് പറയുന്നത്. എൻ്റെ ചോദ്യം, വോട്ട് മറിച്ച് ചെയ്യാതിരിക്കാവുന്ന രൂപത്തിൽ ഈ കോൺഗ്രസിന് ഇത്രയും കാലത്തിൽ നടത്താമായിരുന്നല്ലോ, അതെന്തുകൊണ്ട് നടത്തിയില്ല? ഇപ്പോൾ വെള്ളാപ്പള്ളി SNDP യോഗത്തെ നിങ്ങൾ തള്ളി പറയേണ്ട. അത് ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. അതിനെ ഈ വളരെ ജാതീയമായിട്ടും മറ്റും വിറ്റ് അതൊരു വർഗീയ സംഘടനയാക്കി മാറ്റുന്ന വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറയാമല്ലോ. പക്ഷേ അതേ സമയത്ത് അത് കാണിക്കാതെ ഈ ഭരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഭൂമി കൊടുക്കുന്നതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ SN ട്രസ്റ്റിന് കൂടി ഭൂമി കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ അവിടെ BJPയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് BDS ഉണ്ടാക്കി BJPയുമായിട്ട് കൂട്ടുചേർന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഭൂമി കൊടുത്തു. എന്നിട്ട് ഈ സമയത്തൊക്കെ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. BJPയുമായിട്ട് കൂട്ടുചേരാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു ഓവർനൈറ്റ് ഒരു പെട്ടെന്ന് ഒരു രാത്രിയിൽ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലല്ലോ. അത് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴൊക്കെ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ CPM ശ്രമിച്ചു. അരുവിക്കരയിൽ അവിടെ ഈ വോട്ട് മറിഞ്ഞപ്പോൾ അത് LDFന്റെ വോട്ട് മാത്രമാണ് മറിഞ്ഞതെന്ന് ഡൊമിനിക് ഒക്കെയുള്ള ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അവിടെ മറിഞ്ഞതിൽ LDFന്റെ വോട്ടും UDFന്റെ വോട്ടും പോയിട്ടുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. കാർത്തികേയന് കിട്ടിയ വോട്ട് പോലും അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥിന് ഈ കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല. കോൺഗ്രസിൻ്റെ വോട്ട് താരതമ്യേന കുറയാണ് ചെയ്തുള്ളത്. LDFന് കുറച്ച് വോട്ട് നാം മാത്രമായിട്ട് വോട്ട് കൂടി. പക്ഷെ മൊത്തമായിട്ട് വർദ്ധിച്ച വോട്ടിൽ നല്ല വിഷയം വർദ്ധിച്ച വോട്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഈ ടോട്ടൽ വോട്ടിൽ കുറേ വോട്ടുകൾ രണ്ട് പക്ഷത്തു നിന്നും പോയി. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് CPM ശക്തമായ നിലപാടെടുത്തു. കാരണം SNDP യോഗത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈഴവ സമുദായം അപ്പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി, അവരുടെ വോട്ടുകൾ പോവാതിരിക്കാൻ അവർ ശക്തമായ നിലപാടെടുത്തു. അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അവർ ഒരു ക്യാമ്പയിൻ മുഴുക്കി, കേരളം മുഴുവൻ തുടർച്ചയായിട്ട് നടന്ന ക്യാമ്പയിൻ നടത്തി. ഇവിടെ VM സുധീരനല്ലാതെ ഏത് കോൺഗ്രസ്, അല്ലെങ്കിൽ VD സതീശനല്ലാതെ ഏത് കോൺഗ്രസ് നേതാവാണ് തീർച്ചയായും അത്തരത്തിലുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർത്തപ്പെട്ടിട്ടുള്ളതുമാണ്. എന്തായാലും നാളെയും മറ്റന്നാളുമായി കോൺഗ്രസിനെ കേരളത്തിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച് ആശയവിനിമയം ദില്ലിയിൽ നടത്തുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടുകയാണ്. ആ സാഹചര്യത്തിലായിരുന്നു ചർച്ച. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ N. ശ്രീകുമാർ, ശ്രീ സജീവൻ, ഒപ്പം ശ്രീ KL മോഹനവർമ്മ.